ഹായ് ഗായ്സ്, ഓണത്തിന് സാരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു ടിപ്സ് ആയിട്ടാണ് വന്നേക്കണേ. ഇപ്പൊ നിങ്ങൾ ഒരു സ്കിന്നി ഗേൾ ആണെങ്കിൽ സാരിയുടെ ബോർഡർ ചൂസ് ചെയ്യുമ്പോൾ 4 ഫിംഗർ വിത്ത് അതിൽ കൂടുതൽ വിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ സ്കിന്നി ഗേൾസ് കുറച്ചുകൂടി തടിയുള്ള പോലെ ഫീൽ ചെയ്യും. ഇനിയിപ്പോ നിങ്ങളൊരു ചബ്ബി ഗേൾ ആണെങ്കിൽ സാരിയുടെ ബോർഡർ ചൂസ് ചെയ്യുമ്പോൾ 2 ഫിംഗർ വിത്ത് കുറവ് വിട്ട് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോ നിങ്ങൾ ഇതേപോലത്തെ പ്രിന്റഡ് പാറ്റേൺ സാരി ചൂസ് ചെയ്യുകയാണെങ്കിൽ ചബ്ബി ഗേൾസ് വലിയ പാറ്റേൺ അവോയ്ഡ് ചെയ്തിട്ട് ചെറിയ പാറ്റേൺസ് ട്രൈ ചെയ്ത് നോക്കാം. വലിയ പാറ്റേൺസ് ചബ്ബി ഗേൾസ് ഒന്നും കൂടി തടി തോന്നിക്കണ പോലെ നമ്മുടെ ഫേസിന് ഫീൽ ചെയ്യും. ഇനിയിപ്പോൾ നേരെ സ്കിന്നി ഗേൾസ് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. സ്കിന്നി ഗേൾസ് അത്യാവശ്യം വലിയ പാറ്റേൺസ് ഒക്കെ ട്രൈ ചെയ്താലും അവർ കുറച്ചും കൂടി തടി തോന്നിക്കുന്ന പോലെ ഫീൽ ചെയ്യും. സാരി എടുക്കുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു പ്ലീറ്റ്. നമ്മൾ ഈ ഒരു വിട്ടിൽ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടുതൽ താഴ്ത്തരുത്, എന്നാൽ കൂടുതൽ ചെറുതാക്കരുത്. നമ്മുടെ കറക്റ്റ് പക്ക ഈ ഒരു ഭാഗത്ത് പക്ക ഷേപ്പ് വരുത്തണ മെയിൻ സംഭവമാണ് ഈ ഒരു പ്ലീറ്റ്. നമ്മളൊരു ചബ്ബി ഗേൾ ആണെങ്കിൽ ബിഗ് പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ചബ്ബിയറായിട്ട് ഫീൽ ചെയ്യും. എന്നാൽ നമ്മൾ സ്കിന്നി ഗേൾസ് ആണെങ്കിൽ കൂടിയും ചെറിയ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഷേപ്പുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. സോ സാരി എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ അടിപൊളിയായിട്ട് സാരി എടുക്കും.